നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭീതി വിതച്ച ചക്കക്കൊമ്പൻ, 2 വീടുകൾ തകർത്തു. ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ കാട്ടാന 2 വീടുകൾ തകർത്തു. കല്ലുപറമ്പിൽ സാവിത്രി കുമാരൻ, ലക്ഷ്മി നാരായണൻ എന്നിവരുടെ വീടുകളാണ് തകർത്തത്. പുലർച്ചെയാണ് സംഭവമുണ്ടായത്. സാവിത്രി കുമാരന്റെ വീടിന്റെ അടുക്കള ഭാഗവും ലക്ഷ്മി നാരായണന്റെ വീടിന്റെ മുൻവശവുമാണ് തകർത്തത്. വീട്ടിലുണ്ടായിരുന്നവർ ആശുപത്രിയിലായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ആശാവർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂല സമീപനം. ആനുകൂല്യങ്ങൾ കൂട്ടുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആശാവർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാവർക്കർമാർക്ക് കൂടുതൽ ഓണറേറിയം നൽകുന്നത് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ്. ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ലഭിച്ചാൽ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും ആനുകൂല്യങ്ങൾ കൂട്ടുന്നത് പരിഗണിക്കാമെന്ന് കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ധനവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധനമന്ത്രിയുമായി സംസാരിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ശനിയാഴ്ച മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ആശാപ്രവർത്തകരുടെ മഹാസംഗമം അടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 6 ദിവസമായി ആശാപ്രവർത്തകർ സമരം ചെയ്യുകയാണ്. കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ അപകടം. സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. പട്ടിമറ്റം സ്വദേശികളായ സുരാജ്, സിജീഷ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെ തൃശൂർ ചാലക്കുടിയിൽ പോട്ട നാടുകെന്ന് വെച്ചാണ് അപകടമുണ്ടായത്. മുരിങ്ങന്നൂരിലുള്ള ബന്ധുവീട്ടിലെ കുടുംബസമേതമുള്ള ഒത്തുചേരലിൽ പങ്കെടുത്ത വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കൊടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡരികിലെ മയിൽക്കുറ്റിയിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിന് ശേഷം ഇരുവരെയും സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ബൈക്ക് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്ക് നേരെ ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ CPM DYFI നേതാക്കളാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പയ്യന്നൂരിലാണ് ആക്രമണം നടന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുണാലയിൽ, KSU ജില്ലാ സെക്രട്ടറി ആത്മജ നാരായണൻ എന്നിവർക്ക് പരിക്കേറ്റു. പയ്യന്നൂർ കണ്ടങ്കാളിയിൽ വെച്ച് പുലർച്ചെ 3:30 സംഭവം. സമീപത്തെ കളിയാട്ടത്തിന് പോയി മടങ്ങി വരുന്നതിനിടെയാണ് ആക്രമണം. അരുണിന്റെ തലയ്ക്കും കാലിനും പരിക്കുണ്ട്. ആത്മജയുടെ വസ്ത്രം ഉൾപ്പെടെ വലിച്ചു കീറി ആക്രമിച്ചെന്നും ആരോപണമുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. KK ശൈലജയ്ക്കെതിരായ വ്യാജ വീഡിയോ പ്രചരണം. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവിന് പിഴശിക്ഷ. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 15,000 രൂപ വിധിച്ചത്. കണ്ണൂർ ന്യൂമാഹി പഞ്ചായത്ത് അംഗം TH അസ്ലമിനെതിരെയാണ് കോടതി ഉത്തരവ്. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനും വാർഡംഗവുമാണ് അസ്ലം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു KK ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയത്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് KK ശൈലജ പറയുന്നതായുള്ള വ്യാജ വീഡിയോ ആണ് ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തിന് നേരെ ആക്രമണം. 7 മാസം പ്രായമായ കുഞ്ഞിനും പരിക്ക്. കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. 7 മാസം പ്രായമുള്ള കുഞ്ഞ്, യുവതി ഉൾപ്പെടെയുള്ളവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. സത്യൻ, ഭാര്യ ലത, അരുണിന്റെ ഭാര്യ അമൃത, 7 മാസം പ്രായമുള്ള മകൾ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. പള്ളിക്കൽ മൈലം മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വടിവാൾ, കമ്പിവടി എന്നിവ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. കുടുംബവിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അപകടം. കാരണം അനൗൺസ്മെന്റ് എന്ന് ഡൽഹി പോലീസ്. പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രെയിനുകൾ അനൗൺസ് ചെയ്തത് മുതലാണ് പ്രശ്നം തുടങ്ങിയത്. പ്രയാഗ്രാജ് എക്സ്പ്രസ് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്നു. പ്രയാഗ്രാജിലേക്കുള്ള മറ്റൊരു സ്പെഷ്യൽ ട്രെയിൻ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു എന്നായിരുന്നു അനൗൺസ്മെന്റ്. ഇതോടെ ആശയക്കുഴപ്പത്തിലായ യാത്രക്കാർ പ്ലാറ്റ്ഫോം മാറാൻ തിരക്ക് കൂട്ടുകയും അപകടത്തിലേക്ക് നയിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പ്രയാഗ്രാജ് സ്പെഷ്യൽ, പ്രയാഗ്രാജ് എക്സ്പ്രസ് എന്ന പേരിൽ 2 ട്രെയിനുകളായിരുന്നു സംഭവ ദിവസം സർവീസ് നടത്താനിരുന്നത്. അനൗൺസ്മെന്റ് വന്നതോടെ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പ്രയാഗ്രാജ് എക്സ്പ്രസ് കാത്തുനിന്ന യാത്രക്കാർ 16-ാം പ്ലാറ്റ്ഫോമിലേക്ക് ഓടി. ഇതിനിടെ 12, 13, 14 പ്ലാറ്റ്ഫോമുകളിലായി തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു. 11 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൂങ്ങിയത് റിബണിൽ. തിരുവനന്തപുരം പൗടിക്കോണം സുഭാഷ് നഗറിലെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിലാണ് കുട്ടിയെ കണ്ടത്. ജനലിൽ കെട്ടിയ റിബൺ കഴുത്തിൽ കുരുക്കിട്ട നിലയിലായിരുന്നു. മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു സംഭവം. ഇളയ കുട്ടി അറിയിച്ചതിനെ തുടർന്ന് അയൽക്കാരാണ് റിബൺ മുറിച്ച് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഗുരുതരാവസ്ഥയിൽ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കുട്ടി മരിച്ചു. ഉച്ചയ്ക്ക് 2:30 സംഭവം. പിതാവ് ഓട്ടോ ഡ്രൈവറാണ്. മാതാവ് സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയുമാണ്. കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിനിടയിൽ സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ശ്രീകാര്യം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന റോഡ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ച നാട്ടുകാർ തടഞ്ഞ CPM നേതാക്കൾ. പാലക്കാട് കാഞ്ഞിപ്പുഴയിൽ റോഡ് ഉദ്ഘാടനത്തെ ചൊല്ലി CPM-ഉം ജനങ്ങളും തമ്മിൽ തർക്കം.
മന്ത്രി PM മുഹമ്മദ് റിയാസ് നാളെ ഉദ്ഘാടനം ചെയ്യാനിരുന്ന ചിറക്കൽപ്പടി റോഡ് നാട്ടുകാർ ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. ജനകീയ ഉദ്ഘാടനം CPM നേതാക്കൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പാലക്കാട് കാഞ്ഞിപ്പുഴയിൽ ചിറക്കൽപ്പടി റോഡിന്റെ ജനകീയ ഉദ്ഘാടനമാണ് CPM നേതാക്കൾ തടഞ്ഞത്. റോഡ് ഉദ്ഘാടനത്തിനെത്തിയ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനകീയ സമിതിയിലെ അംഗത്തെയാണ് അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുള്ള സംഘടനയാണ് ജനകീയ കൂട്ടായ്മ. ഒരു ദിവസം മുമ്പേ ആഘോഷപൂർവ്വം റോഡിലൂടെ നടന്ന് ജനകീയ ഉദ്ഘാടനം നടത്തുമെന്ന് സംഘടന പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമം നടന്നപ്പോഴാണ് CPM നേതാക്കൾ എത്തി തടഞ്ഞതും സംഘർഷത്തിലേക്ക് കടന്നതും. ചാലക്കുടി ബാങ്ക് കൊള്ള, പ്രതി അറസ്റ്റിൽ. ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ളക്കാരൻ പോലീസിന്റെ പിടിയിൽ. ചാലക്കുടി സ്വദേശിയാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും പോലീസ് 10 ലക്ഷം രൂപ കണ്ടെടുത്തു. ബാങ്കിലെ ബാധ്യതയുള്ള കടം വീട്ടാനാണ് മോഷ്ടിച്ചതെന്നാണ് പ്രതിയുടെ ആദ്യ മൊഴി. കവർച്ച നടന്ന് 3-ാം ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്.